കള്ളൻ വിജയൻ എന്ന തലക്കെട്ടിൽ ലേഖനമുള്ളതിനാൽ വി.എസ്. അച്യുതാനന്ദന്റെ ഓർമ്മക്കുറിപ്പ് അടങ്ങിയ വാരാന്ത പതിപ്പ് പുറത്തിറക്കാതെ ദേശാഭിമാനി ദിനപത്രം. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പേരുമായി ബന്ധപ്പെടുത്തി ദുർവ്യാഖ്യാനം ഉണ്ടാകാൻ ഇടയുണ്ടെന്ന വിലയിരുത്തലിലാണ് അച്ചടിച്ച വാരാന്ത പതിപ്പ് വിതരണത്തിന് നൽകാതിരുന്നത്. തിരുവനന്തപുരം പുല്ലാമ്പാറയിലെ നാടക പ്രവർത്തകനായ വിജയകുമാറിനെ കുറിച്ചുള്ള ലേഖനമാണ് വിവാദത്തിന് കാരണം. മുഴങ്ങുന്നിപ്പോഴും ആ കടലിരമ്പം എന്ന പേരിൽ വി.എസ്. അച്യുതാനന്ദനെ കുറിച്ചുള്ള അനുസ്മരണ ലേഖനം ഉൾപ്പെട്ട വാരാന്ത പതിപ്പാണ് ദേശാഭിമാനി ഒഴിവാക്കിയത്. വിതരണം ചെയ്യാത്തതിന് കാരണം മാധ്യമപ്രവർത്തകനായി ടി.സി. രാജേഷ് എഴുതിയ ലേഖനത്തിന്റെ തലക്കെട്ട്. കള്ളൻ വിജയൻ ധന്യനാടകഗ്രാമം മുത്തിപ്പാറ പി.ഒ. എന്നായിരുന്നു തലക്കെട്ട് നൽകിയിരുന്നത്. ഇത് പിണറായി വിജയനുമായി ചേർത്തുവെച്ച് ദുർവ്യാഖ്യാനം ചെയ്യുമെന്ന വിലയിരുത്തൽ വന്നു. പിന്നാലെയാണ് വാരാന്ത പതിപ്പ് വിതരണം ചെയ്യേണ്ടെന്ന തീരുമാനത്തിലേക്കെത്തിയത്. പുല്ലമ്പാറ ഗ്രാമത്തിലെ നാടകപ്രവർത്തകനായ കള്ളൻ വിജയൻ എന്നറിയപ്പെടുന്ന വിജയകുമാറിനെ കുറിച്ചുള്ളതായിരുന്നു ലേഖനം. കള്ളൻ വിജയൻ എന്ന പേരിന് പിന്നിലെ കഥ ലേഖനത്തിൽ പറയുന്നുണ്ട്. ഈ അന്ന് നമ്മളോട് പറഞ്ഞ പോലെ ചേട്ടൻ ഈ കള്ളൻ വിജയൻ എന്ന പേര് എങ്ങനെയാ വരുന്നേ? അതെന്നെ കൊച്ചിലേക്ക് കള്ളൻ വിളിച്ച് ഇപ്പൊ എന്നെ കള്ളൻ വിജയൻ എന്നെ അറിയാവൂ. അതെന്നെ നാടകത്തിലും ഒക്കെ അനൗൺസ് ചെയ്യുന്ന കള്ളൻ വിജയൻ എന്നെ ഷോ കാർഡിലൊക്കെ അടിക്കുന്നത് എല്ലാം അത് തന്നെ. എന്നെ അങ്ങനെ അറിയാവൂ. നമ്മൾ അങ്ങനെ അറിയപ്പെടാൻ പറ്റും. ഇവിടെയൊക്കെ തിരക്കിയാല് എന്റെ പേര് വിജയൻ എന്ന് ആരുടെ ചോദിച്ചാലും അറിഞ്ഞൂടാ. കള്ളൻ എന്ന് പറഞ്ഞാൽ ആരും കാണിച്ചു തരും. അപ്പൊ അത് അങ്ങനെയാണ് അതിന്റെ പേര്. സാങ്കേതിക കാരണങ്ങളാണ് വാരാന്ത പതിപ്പ് നൽകാത്തതിന് കാരണമെന്നാണ് ദേശാഭിമാനിയുടെ ഔദ്യോഗിക വിശദീകരണം. വാരാന്ത പതിപ്പ് ഇല്ലാത്തതിനെക്കുറിച്ച് അറിയില്ലെന്നായിരുന്നു പി. രാജീവിന്റെ പ്രതികരണം. ദേശാഭിമാനി എന്താ ഒരു വർഷത്തിൽ വി.എസിനെ മറന്നോ എന്നൊരു ചോദ്യമുണ്ട്. ഇല്ല, അതെന്റെ ശ്രദ്ധപ്പെട്ടിട്ടില്ല ഇതെന്താണെന്നുള്ളത്. വി.എസിനെ മറക്കാനായിട്ട് കഴിയുന്നതാണ്. വി.എസ്. ദിനം സമുചിതമായിട്ട് ആചരിക്കാനാണ് ഇപ്പൊ നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. ദേശാഭിമാനി വി.എസിനെ മറന്നതായിരിക്കില്ലെന്ന് മുതിർന്ന CPI നേതാവ് പന്ന്യൻ രവീന്ദ്രൻ. വി.എസിന്റെ കാര്യത്തിൽ അങ്ങനെ ബോധപൂർവമായുള്ള മറവി ആർക്കും ഉണ്ടാവില്ല. സംഭവിച്ചേക്കാം, മനുഷ്യ സഹജമല്ലേ മറവി. അല്ലാതെ ദേശാഭിമാനി വി.എസിനെ വിട്ടുപോയി എന്നൊരു ധാരണ തെറ്റാണ്. അതുകൊണ്ട് അത് തിരുത്തും. നമുക്ക് തെറ്റ് പറ്റാം, തിരുത്താം. അതാണല്ലോ കമ്മ്യൂണിസ്റ്റുകാർ. തെറ്റ് തിരുത്തും. വിമർശനമുണ്ട്, സ്വയം വിമർശനമുണ്ട്. ദേശാഭിമാനിക്ക് തെറ്റുപറ്റിയെന്നല്ലേ? വിഴിഞ്ഞം തുറമുഖ വിഷയത്തിൽ ദേശാഭിമാനിയിൽ വന്ന 2 വാർത്തകളെ അടുത്ത കാലത്ത് CPIM തള്ളിപ്പറഞ്ഞിരുന്നു. അതിനിടെയാണ് തലക്കെട്ടിലെ പുതിയ വിവാദം. വി.എസിനെ കുറിച്ചുള്ള അനുസ്മരണ ലേഖനം നാളെ പ്രസിദ്ധീകരിച്ചും വി.എസിന്റെ ഓർമ്മദിനമായ ചൊവ്വാഴ്ച പ്രത്യേക പതിപ്പ് പുറത്തിറക്കിയും മുഖം രക്ഷിക്കാനാണ് ദേശാഭിമാനി നീക്കം. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.